അവന്റെ ഭാര്യ പണിക്ക് പോണ ആളല്ല. ചോറൊക്കെ പൊതിഞ്ഞു കെട്ടി ഭദ്രമാക്കി കവറിലൊക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ചൂണ്ടിടലാണ് പരിപാടി. അപ്പൊ ഞാൻ പറയാം, നീ ഇവിടുന്ന് ചൂണ്ടിട്ടാൽ നിനക്കൊന്നും കിട്ടൂല. നീ മര്യാദക്ക് പണിക്ക് വന്ന ഉച്ച കഴിഞ്ഞ് വരുമ്പോ 2 അടിച്ചിട്ട് വരാം. അത് ഞാൻ ഇവിടുന്ന് കാളാഞ്ചിനെ പിടിച്ച് വിൽക്കൂടാ, ഒരു 10-2000 രൂപ ഞാൻ ഉണ്ടാക്കും കൂടി എന്ന് പറയും. ഇത് അവനൊക്കെ ഒരു സ്മാരകമാണ്. അല്ല, എനിക്ക് തൊഴിലുണ്ട്. അല്ല, ഈ തൊഴിലില്ലാത്തവർക്ക് സ്മാരകമാണ്. എനിക്ക് പണിയുണ്ട്, ഞാൻ പണിക്ക് പോകും. സാറിന് കരിമീൻ പിടിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പണിയാണ്. എന്തായാലും സസ്പെൻഷനിലല്ലേ സാർ എന്നെ താഴത്തേക്ക് ഇറങ്ങി വാ. അത് കാക്കിട്ട് തൊപ്പി വയ്ക്കുമ്പോല്ല സാറേ മേലുദ്യോഗസ്ഥൻ. ഇപ്പൊ സാറ് കാക്കിയില്ല, തൊപ്പിയില്ല, ഒന്നുമില്ല, പച്ചയായ ഡ്രസ്. ശരിയല്ലേ? കാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞാല് നമ്മള് മാനിക്കണം, ഇങ്ങനെ നിക്കാം. നിന്നെയൊക്കെ കണ്ടാൽ തന്നെ നീ ഒന്നൊരു പണിക്കും പോലും. അതെ അതെ, കാക്കിട്ട് വേറെ സ്വഭാവം. നിന്റെ അടുത്ത് ഞാൻ പലപ്പോഴും കൂടുതൽ സംസാരിക്കരുത്. ഇപ്പൊ നമുക്ക് ചിരിക്കാത്ത ഒരു തൊപ്പി തല കയറി കഴിഞ്ഞാൽ കവല അവള് ഓടിച്ചിടും. സാറ് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ചൂണ്ട സെറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നാളെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു പണിയായി. സാറിന് പറ്റുവാണെങ്കിൽ ഇതൊന്നല്ല, സാറിന് കുപ്പിയൊക്കെ വാങ്ങിച്ചിട്ട് ചെറുതായിട്ട് അടിക്കണം. പാലത്തിന്റെ അടിഭാഗമാണ്, കുപ്പിയിട്ട് വന്നാണല്ലോ. ഇവിടെ കുപ്പിയിട്ട് വന്നു സാറ് സസ്പെൻഷൻ ആവാൻ നോക്കൊന്നുമില്ല. മറ്റന്മാര് വന്നിട്ട് പൊക്കിട്ട് പോകും. ജീപ്പ് വന്നിട്ട് അവര് കൂട്ടുകാരിക്കും. എന്ത് കൂട്ട്? അവിടെ കൂട്ടൊന്നുമില്ല. അതൊക്കെ പണ്ടാണ്. അല്ല, ഇനി സാറ് കള്ളു കുടിച്ചെന്നും പറഞ്ഞോണ്ട് പിന്നെ ഇപ്പൊ സസ്പെൻഷൻ മാറി ഡിസ്മിസ് ആവും. നിന്നെ എന്തിനാണ് അമ്മ കുത്തി പിടിച്ചേ? അതെ, പണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് വന്നാണ്. അതെ, പിന്നെ പണിയെടുക്കണോടാ, പണി. അത് വീട്ടിൽ ചെല്ലെന്ന് വെച്ചാൽ എനിക്ക് വേറെ വർക്കിന് പോയതാണ് അവിടെ. അത് വീട്ടില് വിളിച്ചു പറയാഞ്ഞപ്പോ മറ്റേ ഫോണ് നിന്നെ വെറുതെ അല്ല, നിന്നെ കുത്തിന് പിടിക്കും. നിന്നെ കുത്തിന് പിടിക്കല്ല, നിന്നെ കുത്തണം. കരിമീൻ പിടിച്ച് പിന്നെ കരിമീൻ കിട്ടും. കരിമീൻ കിട്ടുകയാണെങ്കിൽ 700 രൂപ കൈ കിട്ടും. 5 കരിമീന് 700. അപ്പൊ എന്തോരം വലിപ്പമുള്ളതാ പിടിക്കുന്നേ? ചെറുതാ? ഒരു 3/4 കിലോ എന്നാലും മതി. 700 കിട്ടും. 1 കിലോത്തിന് 900 രൂപയാണ് അതിന്റെ വില. പണിക്ക് പോയി എത്ര കിട്ടും? പണിക്ക് എത്ര കിട്ടും? പണിക്ക് രാവിലെ ഒരു വൈകിട്ട് നിൽക്കണ്ടേ? അത് വേണം. ഈ മീനിന്റെ കരിമീനെ കണക്ക് പറയാൻ പണിക്ക് പോകാൻ നോക്കണം. വീട്ടിലേക്ക് പൈസ കൊടുക്കണം. ശരിക്കും സാറ് ഡ്യൂട്ടിയിലും ഉള്ളപ്പോ കറക്റ്റായിട്ട് പണിയെടുക്കൂല. എന്നിട്ട് അതുകൂടാതെ കൈക്കൂലിയും വാങ്ങിക്കണ്ട്. നമ്മളെ കണ്ടാണ് നമ്മുടെ ഒപ്പം വന്നിരിക്കുന്നത്. സാറിന് നമുക്ക് ഒരു ബഹുമാനം കൊടുക്കണ്ടേ? നമ്മള് വെറുതെ അതൊക്കെ പോട്ടെ, എത്ര രൂപ കൈക്കൂലി ഓടിച്ചു? അതൊക്കെ നീ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. നിന്റെ കാര്യം നോക്കും. വേണ്ട, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. അല്ല, കറക്റ്റ് ആയിട്ട് പേപ്പറിൽ ഉണ്ടാവും മേടിച്ച പൈസയൊക്കെ. അപ്പൊ നമുക്ക് വായിച്ചിട്ട് അറിഞ്ഞാൽ മതില്ല. പുള്ളി എന്തായാലും പറയില്ല, ഉറപ്പല്ലേ? നമ്മ വണ്ടിയിലാ അപ്പൊ തന്നെ പിടിച്ച 500 തന്നെയാണ്. പരിചയം ഉണ്ടായിട്ട് പോലും തൊപ്പി തലയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമല്ല. നമ്മ ഹെൽമെറ്റ് പിടിച്ചെന്നാ പറഞ്ഞ നിയമത്തിന്റെ പേരിലാണ് എഴുതണേന്ന് പറയും. അപ്പൊ പരിചയം അപ്പൊ കാണിക്കൂല. അതല്ല, വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അത് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യും. അവര് കണ്ടെടുക്കും. സാറേ, വിജിലൻസ് വന്നിട്ടേ വെള്ളത്തില് കൈ ഇടിച്ചായിരുന്നു സാറിനെ. തൊപ്പി തലയിലാണ്ട് തല്ലാൻ പറ്റുമോ? ആളൊരു പോലീസുകാരനല്ലേ? ചിലപ്പോ തല്ലും. സാറ് ഭാര്യ ഇപ്പൊ 10 മിനിറ്റ് ചെല്ലണമെന്ന് പറഞ്ഞ എങ്ങനെയാണ് ഇത് ലാസ്റ്റ് നമ്മ ചൂണ്ടിടാൻ വേണ്ടി നമുക്കിട്ട് കേൾക്കും. ബാക്കി അതല്ല, 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഒന്ന് പോയാ പോരെ? വേണ്ട, സാറ് വെക്കോ. ചേച്ചി ഞങ്ങൾക്കെതിരെ കൊണ്ട് പരാതി കൊടുക്കും. സാറിട്ട് ചൂണ്ടിട്ട് നമുക്ക് വെള്ളത്തിന്റെ കരക്ക് എന്നിട്ടാ ചൂണ്ടിടേ.
സാറേ മജ്ജി കയറി ഇരുന്നിട്ട് സാറേ ചിരിപ്പിച്ച് കൊല്ലു സാറ്. അയ്യോ എനിക്ക് വയ്യ. അതെ മേഡം പറഞ്ഞിട്ട് പോയതാട്ടാ തിരിച്ചു വരുമെന്ന്. അതെ അത് തന്നെ എനിക്കൊന്നെ പുള്ളിനെ വീട്ടിൽ കയറ്റൂലെന്ന് തോന്നുന്നു. അല്ല മേഡം ഞാൻ കുറച്ച് കഴിയുമ്പോ തിരിച്ചു വരും. വരൂല എന്നിട്ട് പുള്ളിനെ വീട്ടിൽ കയറ്റില്ലെന്ന് തോന്നുന്നു. ആണോ സാറേ? വീട്ടിൽ നിന്ന് ഇറക്കിയാ സസ്പെൻഷൻ ആയിപ്പോ? ആ ജോലിയില്ലെങ്കിൽ ഇത്ര ഇതൊക്കെ പോലെ തന്നെയാണ്. നമ്മ പഠിക്കുമ്പോൾ വീട്ടിലല്ല അതെ 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 ഇത്ര രൂപ കിട്ടണല്ലേ പിന്നല്ലേ കിട്ടായിരിക്കുമ്പോളേ ആ ഞാൻ വീട്ടിൽ പോയിക്കോളാം. അതാ നല്ലത്. അല്ലെങ്കിൽ കുരിച്ചെടുത്ത് കൂപ്പിരിക്കേ. ആ 10 മിനിറ്റ് ആയിട്ടില്ലടാ. 10 മിനിറ്റ് ആയാ? ആയില്ല. 10 മിനിറ്റ് ആയിട്ടില്ല. 10 മിനിറ്റ് കഴിഞ്ഞ പുള്ളിക്കാരത്തി ഇവിടെ വരൂലേ? നീ എന്തീ പറയണേ? അതുകൊണ്ടല്ലേ തല്ലിട്ട് പോണേ. കാക്കിട്ടേനാല് അവരുടെ സ്വഭാവം മാറും. അതെ കാക്കി ഇട്ടില്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറും. ഇവരുടെ ഇതങ്ങനെ ഇവര് കാക്കിട്ട് കഴിയുമ്പോ നമ്മ ചെന്ന സ്റ്റേഷനിൽ ചെന്നാൽ അറിയാത്ത ഒരു കാണിക്കുള്ളൂ. അതെ അതെ. അപ്പൊ എന്താ പരിപാടി? ഞാൻ വിട്ടോട്ടെ. ഞാൻ പോകണ്ടേ? ഞാൻ അവിടെ ഉള്ള ഞാൻ പോവാണ്. എനിക്കിന്ന് പണി. എനിക്ക് വീട്ടിൽ കയറണേ. വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ആ ഇത് ഡെയിലി ആകുമ്പോഴാണ് ഈ പ്രശ്നം വേണ്ടേ. അതല്ലേ അവന് പറ്റിയത്. സുമേഷിന് പറ്റിയത് അതാണല്ലോ. ആ